ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. ഇതിൽ പ്രധാനം മഹാബലിയുടെ കഥ തന്നെ. ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാമന അവതാരത്തെയും മഹാബലി ചക്രവർത്തിയെയും പറ്റി പറയുന്നുണ്ട്. പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി ജ്ഞാനത്തെ ആദരിച്ചിരുന്ന അതിശക്തനും പണ്ഡിതനുമായ മഹാരാജാവായിരുന്നു. ഒരിക്കൽ മഹാബലി ഒരു യജ്ഞം ആചരിച്ചുകൊണ്ടിരിക്കെ തേജസ്വിയായൊരു ബാലൻ യജ്ഞശാലയിൽ പ്രവേശിച്ചു. ആചാരപ്രകാരം മഹാബലി ഈ തേജസ്വിയായ ചെറുപ്പക്കാരനെ സ്വാഗതം ചെയ്ത് അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. തന്റെ കാൽ ചൂടുകൊണ്ട് അളക്കാവുന്ന 3 അടി സ്ഥലം തരണമെന്നാണ് ആ ബാലൻ അപേക്ഷിച്ചത്. ഈ അതിഥി സാക്ഷാൽ മഹാവിഷ്ണുവല്ലാതെ മറ്റാരുമല്ലെന്ന് തന്റെ ഗുരുവായ ശുക്രാചാര്യർ അപായ സൂചന നൽകിയിട്ട് പോലും. ഗുരുവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മഹാബലി ഉടൻ തന്നെ ബാലന്റെ അപേക്ഷ സ്വീകരിച്ചു. 3 അടി സ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉടൻ വാമനൻ എന്നു പേരായ കൊച്ചു ബാലൻ ത്രിവിക്രമൻ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ രൂപമെടുത്തുകൊണ്ട് തന്റെ ആദ്യ ചുവടിൽ ഭൂമിയെ മുഴുവനായും അളന്നു. അതിനുശേഷം 2ാം ചുവടിൽ ആകാശത്തെയും മുഴുവനായി അളന്നു. ഈ 2 ചുവടുകൊണ്ട് തന്നെ മഹാബലിയുടെ സാമ്രാജ്യം മുഴുവനായും ഭൂമിയും ആകാശവും അളക്കപ്പെട്ടു കഴിഞ്ഞു. 3ാം ചുവട് എവിടെയാണ് വെക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. വിഷ്ണു ഭക്തരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി ചക്രവർത്തി 3ാം ചുവട് വെക്കുവാനായി തികഞ്ഞ ഭക്തിയോടെയും സമർപ്പണ ഭാവത്തോടെയും തന്റെ ശിരസ് ആനന്ദപൂർവ്വം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സമർപ്പണഭാവത്തിന്റെ അംഗീകാരം എന്ന നിലയിൽ മഹാവിഷ്ണു അദ്ദേഹത്തെ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായി വാഴിക്കാമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു. അതിനോടൊപ്പം പാതാളത്തിന്റെ കവാടത്തിന് താൻ സ്വയം കാവൽ നിൽക്കുമെന്നും വാഗ്ദാനം ചെയ്തു. കൂടാതെ പ്രജകളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളോടൊത്തു ചേരുന്നതിനായി പാതാളത്തിൽ നിന്നും തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അനുവാദം നൽകി. ആ ദിവസമാണ് ഓണമായി ആഘോഷിക്കപ്പെടുന്നത്. മറ്റൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ മഹാബലിയുടെ ദുരഭിമാനം തീർക്കാനായാണ് വാമനൻ അവതാരമെടുത്തത് എന്നാണ്. മഹാബലി പിന്നീട് വാമനൻ ആരാണെന്ന് മനസ്സിലാക്കുകയും തന്റെ പാപപരിഹാരാർത്ഥം 3ാമത്തെ അടി വയ്ക്കാനായി സ്വന്തം തല കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ മഹാബലിയെ മോക്ഷപ്രാപ്തനാക്കുകയും ജനിമൃതിയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്നുമുള്ള ഈ ഐതിഹ്യത്തിന് പക്ഷേ അത്ര പ്രചാരമില്ല. പരശുരാമകഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും ഓണത്തെ സംബന്ധിച്ചിട്ടുണ്ട്. വരുണനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങിപ്പിരിയുന്നു. മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ ദിവസം ഓണമെന്നും സങ്കല്പമുണ്ട്. വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. അതിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓണം തന്നെയാണ്. ഈ ദിവസത്തെ ഓണസദ്യയും വളരെ കെങ്കേമമാണ്. ഇതിനു പുറമെ മഹാബലിയുടെ ആസ്ഥാനം തൃക്കാക്കര ആയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഓണം വാമന ജയന്തിയാണെന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിന് തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധവുമുണ്ട്. തൃക്കാക്കരയുടെ മഹത്വം കേട്ടറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാനായി ഇവിടെ എത്തി കഠിന തപസ് അങ്ങനെ തപസ്സിൽ സംതൃപ്തനായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഇവിടെ തന്നെ കുടികൊള്ളാൻ തീരുമാനിച്ചു. മഹാവിഷ്ണു വാമനാവതാരം പൂണ്ട് പാദം വന്നു പതിച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് തിരുകാൽക്കര എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായ സമുദ്രഗുപ്തൻ കേരളത്തിലെ തൃക്കാക്കരയെയും ആക്രമിച്ചു. എന്നാൽ കേരള രാജാവായിരുന്ന മന്ധരാജാവ് ആക്രമണത്തെ പ്രതിരോധിച്ചു. രാജാവിന്റെ പ്രതിരോധത്തിലും സാമർത്ഥ്യത്തിലും സമുദ്രഗുപ്തൻ ആകൃഷ്ടനായി. അങ്ങനെ ഇരുവരുമായുള്ള യുദ്ധം പരിസമാപ്തിയിലെത്തി. ഇതിന്റെ സ്മരണയ്ക്ക് ഓണം ആഘോഷിക്കാൻ രാജാവ് വിളംബരം ചെയ്തു എന്നാണ് ഐതിഹ്യം. മാവേലി പുരാണം പോലെ സ്വാധീനമില്ലെങ്കിലും ശ്രീബുദ്ധനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല കഥകളുമുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിന് ശേഷം ശ്രവണപഥത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലായിരുന്നുവെന്ന് ബുദ്ധമതാനുയായികൾ വിശ്വസിക്കുന്നു. ഓണം എന്നത് തിരുവോണം അഥവാ ശ്രവണം എന്നതിന്റെ ചുരുക്കപ്പേരാണ്. പഞ്ചാംഗപ്രകാരം ശ്രവണമാസം ഉത്തരേന്ത്യയിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലും ദക്ഷിണേന്ത്യയിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുമാണ് സ്വാഭാവികമായി വരുന്നത്. ഈ മാസത്തിലെ പൗർണമി ശ്രാവണ നക്ഷത്രത്തിനെതിരെ ആവുന്നതുകൊണ്ടാണ് ഈ മാസത്തെ ശ്രാവണ മാസം എന്ന് വിളിക്കുന്നത്. പാശ്ചാത്യ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്ന അക്വില എന്ന നക്ഷത്ര സമൂഹത്തിലെ ആൾട്ടയർ എന്നറിയപ്പെടുന്ന തിളക്കമാർന്ന നക്ഷത്രക്കൂട്ടമാണ് ശ്രാവണം. അതിൽ ശ്രാവണ നക്ഷത്രത്തിന്റെ 2 പാർശ്വങ്ങളിലുമായി ബീറ്റ, ഗാമ എന്നീ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു.
ഈ 3 നക്ഷത്രങ്ങളാണ് വാമനന്റെ ഭീമാകാരമായ ത്രിവിക്രമ രൂപത്തിന്റെ 3 കാൽപ്പാടുകളുമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രാവണം എന്ന ഈ നക്ഷത്രക്കൂട്ടത്തിന്റെ പേര് മഹാബലിയുടെയും വാമനന്റെയും ഐതിഹ്യവുമായി എന്ത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടേക്കാം. ശ്രവണം എന്നാൽ കേൾക്കൽ എന്നാണ് അർത്ഥം. അതായത് തന്റെ ഗുരുവിന്റെ ഉപദേശം മുന്നറിയിപ്പ് കേൾക്കാതിരുന്ന മഹാബലിയുടെ അനുസരണക്കേടിന്റെ അനന്തരഫലത്തെ ചിത്രീകരിക്കുന്ന ഈ 3 നക്ഷത്രങ്ങൾ സതുപദേശം കേൾക്കുകയും ഗൗനിക്കുകയും ചെയ്യണമെന്ന ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനായി ആകാശത്തിൽ നിരന്തരമായ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നു.